കഴിഞ്ഞ ദിവസം 2 ഇൻസിഡന്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ആര്യൻ എന്ന് പറയുന്ന ആ കൂത്തറ അനുമോളുടെ പിന്നിലൂടെ വന്ന് ഒരു വൃത്തികെട്ട ആക്ട് ചെയ്തു. കയ്യിലുള്ള വെള്ളം അവളുടെ മേത്താക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ പോലും വൃത്തികെട്ട ഒരു രീതിയിൽ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് ഒരു ചാട്ടം. അതേപോലെ തന്നെ ഒണിയൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നമ്മുടെ മസ്താനിയുടെ ശരീരത്തിൽ കയറി പിടിച്ചു, തൊടാൻ പാടില്ലാത്ത ഇടങ്ങളിൽ പിടിച്ചു എന്ന രീതിയിലുള്ള ചർച്ച. ലക്ഷ്മിയാണ് ആ ഒരു കാര്യം വലിയ രീതിയിൽ പ്രശ്നമാക്കുന്നത്. എന്നാൽ ആ ഒരു സംഭവം സംഭവിക്കുമ്പോൾ അത് വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് അവസാനിച്ചത്. പക്ഷേ ലക്ഷ്മി അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തു, വലിയ അലമ്പാക്കി എന്നുള്ളതാണ്. നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ആര്യന് എന്തുകൊണ്ട് ഈ ഒരു വൃത്തികേട് ചെയ്തു? ഈ വൃത്തികേടിന് കൂട്ടുന്നത് ആരാന്നറിയോ? നമ്മുടെ രണ്ടാമത്തെ കട്ടപ്പയായിട്ടുള്ള ഇതേ മസ്താനി തന്നെയാണ് എന്നുള്ളതാണ്. നമുക്ക് നേരെ സമയം കളയാതെ വീട്ടിലോട്ട് കിടക്കാം. അവർക്ക് ഞാൻ എന്ത് ചെയ്യും, തിരിച്ച് കൂലി ചെയ്യുമ്പോഴേ നല്ലോണം തിരിച്ച് പൈസ കൊടുക്കണം. പൈസ തന്നിട്ടുണ്ടെങ്കിലേ അതിന് വേണ്ടി കൂലി ചെയ്യണം. എന്താ കൂലി ചെയ്യണം? അല്ലെങ്കിൽ നിങ്ങളെ പോലെ 24 മണിക്കൂർ പേര് ഉറങ്ങിയിരിക്കാനല്ലേ അനുമോൾ വന്നത്. അടിപൊളി. ആരാണ് മസ്താനി എന്ന് എല്ലാവർക്കും അറിയാലോ. അനുമോളുടെ ചങ്ക്, അനുമോളെ സഹായിക്കാൻ വന്നത്. അനുമോൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ശൈത്യ കട്ടപ്പയാണെന്നുള്ളത്. പക്ഷെ യഥാർത്ഥ കട്ടപ്പ ശൈത്യല്ല. ഇപ്പൊ മനസ്സിലാക്കിക്കോളൂ, അത് മസ്താനിയാണ് എന്നുള്ളതാണ്. മസ്താനി നല്ലൊരു സുഹൃത്തായിട്ട് ഇരിക്കുമെന്നും സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിലൊക്കെ തന്നെയാണ് അനു നിന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ അനുമോളുടെ ശരീരത്തിലേക്ക് സ്പർശിക്കാനും ആ ഒരു ജലം അവളുടെ മേത്താക്കാൻ വേണ്ടിയിട്ടും മനഃപൂർവ്വം അവിടെ ഒരു വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. വലിയൊരു കണ്ടന്റാണ് അവിടെ നടക്കുന്നത്. എല്ലാ ക്യാമറകളും അനുമോളുടെ മുഖത്തേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ആര്യന് തുടക്കം മുതലുള്ള ആ ഒരു വെറുപ്പ് അതവിടെ ശരിക്കും അങ്ങോട്ട് ഉപയോഗിച്ച് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. ഇവിടെ ആ മസ്താനിയെ വിളിക്കുന്നു, തള്ളിയിട്. മസ്താനി വന്ന് തള്ളി കൊടുക്കുന്നു. എന്തൊരു കൂത്തറ സ്വഭാവമാണ് മസ്താനിയുടേതെന്ന് ആലോചിച്ച് നോക്കിയേ. ആര്യന് ഓൾറെഡി തറയാണ്. ഓക്കെ, ഇവിടെ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ചയുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബറും അനുമോളും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയാണ്. ഈ അക്ബറിന് ഒരു പ്രത്യേകതയുണ്ട്, ഒന്നും വിട്ടുകൊടുക്കില്ല. അനുമോൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒന്നും വിട്ടുകൊടുക്കില്ല. അതുകൊണ്ടുള്ള ചർച്ച, ആ ചർച്ചയേക്കാൾ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ ചർച്ച എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വൃത്തികേട് കയറി പിടിച്ചതിന് തുല്യം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇരിക്കാൻ വേണ്ടിട്ടല്ല, അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലായ? ഇവിടുന്ന് മോൻ ഇറങ്ങുമല്ലോ, അപ്പൊ പോയി ഒന്ന് കാണും. അത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ പോയി നോക്കോടെ ജയിലിലാണെങ്കിൽ അനുമോൾ എത്ര പ്രാവശ്യം ഇവിടെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും അനുമോൾ കിടക്കും കേട്ടോ. നീ പോയിട്ട് അവിടെ നിന്ന് നീ എന്തുണ്ടാക്കോടെ പോയിരുന്നിട്ട്. ഓക്കെ, ഇതിൽ വായൽനാവ് രണ്ടാളതും കണക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ പറയുന്ന ആൾ അക്ബറാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അത് ഇന്ന ആളെന്നൊന്നുമില്ല, എല്ലാവരും മുഖത്ത് നോക്കി പറയും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത് അക്ബർ ഉടനെ പുറത്തു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളത്. ഫിസിക്കൽ അസോൾട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീകളെ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ തന്നെയാണ് ആള് ചിത്രീകരിക്കാറ്, സംസാരിക്കാറ്. നമ്മളത് കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൂടാതെ തന്നെ ആവശ്യമില്ലാതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്നതാണ്. നല്ല ഗെയിമറൊക്കെ തന്നെയാണ് ആള്. പക്ഷെ എന്നിരുന്നാൽ പോലും കൂടുതൽ ഈ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു കൂതർത്രം കാണിക്കുമ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. ചർച്ച എന്താണെന്ന് മനസ്സിലായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഒരു തനി പൊറോട്ട് നാടകം തന്നെയാണെന്നുള്ളതാണ്. നീ ഒരു ക്യൂട്ടല്ല എന്ന് അനുമോൾ ആരോട് പറയുന്നത്? അക്ബറോട് പറയുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് ഞാൻ ക്യൂട്ടാണ്, നിന്റെ കണ്ണിന്റെ കുഴപ്പമാണെന്നുള്ളത്. അതൊക്കെ ശരി തന്നെയാണ്. നമ്മൾ ഇപ്പൊ ദൈവം പടച്ചുകൊണ്ട് വിട്ടപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വൈകല്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എല്ലാവരും പൂർണ്ണമായിട്ടും അത്ര അടിപൊളി ആവണമെന്നില്ല. പക്ഷെ ഞാൻ അടിപൊളിയാ, ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റൊരാൾ എന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ള ആളുകളിൽ നമ്മളെ തന്നെ തിരയുന്നത് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് കപ്പിൾസിനെ കണ്ടിട്ടുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുമ്പോൾ തന്നെ ഒരു രൂപസാദൃശ്യം ഉള്ളത് പോലെ. അതായത് നമ്മൾ നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അത് തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് തുടർന്ന് വിഷയത്തിലേക്ക് കടക്കാം. ആര്യൻ ഇവിടെ ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചതിന് ശേഷം അവിടെ കാണിച്ചു കൂട്ടുന്നത് കൂടി കാണണം.
സമ്മതിച്ചോ? പാടാൻ നിനക്ക് കഴിവില്ല, പാടാൻ നിനക്ക് കഴിവില്ല. ഞാനിവിടെ പാടുകയും ചെയ്യും, കണ്ടന്റ് കൊടുക്കുകയും ചെയ്യും. പക്ഷെ നിനക്ക് കണ്ടന്റ് കൊടുത്തോ? നിനക്ക് പാടാൻ കഴിയില്ല, നിനക്ക് പാടാൻ കഴിയില്ല, നിനക്ക് പാടാൻ കഴിയില്ല. പാടാൻ കഴിയത്തിന് അസൂയപ്പെട്ട് കാര്യമില്ല. പാട്ടുകാരോട് അസൂയപ്പെട്ട് കാര്യമില്ല. പാട്ടുകാരോട് അസൂയപ്പെട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ കാണിക്കേ ക്യൂട്ട്നെസ് വാരി വെട്ടലല്ല കണ്ടന്റ്, ക്യൂട്ട്നെസ് കാണിക്കലല്ല കണ്ടന്റ്. അത് മനസ്സിലാക്കേ. കണ്ടന്റ് ഇങ്ങനെ കാണിക്കാനല്ല കണ്ടന്റ്, അത് മനസ്സിലാക്കേ. എന്താ നീ പറഞ്ഞു? ശരീരത്തിലേക്ക് മനഃപൂർവ്വം വെള്ളം ഒഴിച്ച് ശരീരത്തിൽ സ്പർശിച്ച ആ ഒരു മണഗുണാഞ്ചം വന്നിട്ട് മോളെ മേത്ത് നിറച്ച് വെള്ളടാ, ഒന്ന് പോയി കഴുകുക, അല്ലെങ്കിൽ ഡ്രസ്സ് മാറടാ, അവിടുന്ന് അവളെ മാറ്റണം. അതിനാണ് ഇവിടെ അക്ബറും ഇവരും തമ്മിൽ സംസാരിച്ച വിഷയം എന്താണെന്ന് വെച്ചാൽ അക്ബർ നന്നായി പാട്ട് പാടും, നിനക്ക് പാട്ട് പാടാൻ കഴിവില്ല, നീ ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആളാണ്. അപ്പൊ അനുമോള് പറയുന്നത് അതെ എനിക്ക് ക്യൂട്ട്നെസ് നന്നായിട്ട് വാരി വിതറാൻ അറിയാം, പക്ഷെ ഒരിക്കലും നിനക്കൊണ്ട് പാട്ട് പാടാൻ കഴിയില്ല എന്ന് പറയുന്ന അക്ബറിന്റെ വാദങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ കഴിയുന്നില്ല. നല്ല ഗായകനാണ് അല്ലെ, ആ നല്ല ഗായകൻ എന്തിനാണ് ഊളത്തരം പാടുന്നത്, എന്തിനാണ് ഇങ്ങനെ പേരടി ഉണ്ടാക്കി വൃത്തികേടുകൾ പാടുന്നത് എന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. നല്ല പാട്ടുകാരനാണ്, പക്ഷെ ഒറ്റ അടിക്ക വില മൊത്തം കളഞ്ഞു അത് സെപ്റ്റി ടാങ്ക് എന്നുള്ള വാക്കുകൊണ്ട്. പിന്നീട് അക്ബറിന്റെ വായിൽ നിന്നും പലപ്പോഴായിട്ട് അത്തരം തീട്ടവർത്താനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവര് തമ്മിലുള്ള യുദ്ധത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ തല്ലിന്റെ ഇടയിൽ കണ്ടന്റിന്റെ ഇടയിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ആര്യം വന്നതാണ്. എന്നിട്ട് ശരീരത്തിൽ വെള്ളം മനഃപൂർവ്വം ഒഴിച്ചിട്ട് ഓൻ അവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കുക. ഈ ആളുകളൊക്കെയല്ലേ നിന്റെ കണ്ണിൽ കാണില്ല, നിന്റെ കണ്ണിൽ എല്ലാ ബോഡി ഷേമിങ്. നിനക്ക് പുച്ഛാണല്ലോ, നിനക്ക് എല്ലാവരെയും പുച്ഛാണ്, നിനക്ക് എല്ലാവരെയും പുച്ഛാണ്. എനിക്ക് കഴിവുണ്ട്, എനിക്ക് കൂട്ടസ് ഉണ്ട്, എനിക്ക് കൂട്ടസ് ഉണ്ട്. നിനക്ക് എവിടെ ഇരിക്കണം അവിടെ തന്നെ എനിക്ക് ഇരിക്കണം, നിനക്ക് എവിടെ ഇരിക്കണം അവിടെ തന്നെ എനിക്ക് ഇരിക്കണം. എനിക്ക് കൂട്ടസ് ഉണ്ട്. ആര്യൻ അവിടെ പരമാവധി ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു, വെള്ളമൊക്കെ ഒഴിച്ച് ശരീരത്തിലും സ്പർശിച്ച് വൃത്തികേട് കാണിച്ചിട്ട് പതുക്കെ അവൻ അവന്റെ ആ ഒരു സ്ഥലത്ത് പോയി കിടന്നു. അതായത് ഗിസേലിന്റെ മടിയിൽ വന്നാൽ കിടന്നു. എന്നിട്ട് അതൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിൽ കടക്കാം. ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറഞ്ഞത് വലിയൊരു ഉണത്തരാണെന്ന് തെളിയിക്കുന്നതിന്റെ കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് സംഭവിച്ച ഇൻസിഡന്റിന്റെ ഒരു ചെറിയ ഭാഗം കാണാം. അറിയാണ്ട വീഴാൻ പോയ സമയത്ത് ഇവരെ പിടിച്ചു. ഇത് ഈ ഒരു കട്ടിങ് മാത്രം കാണുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ വിചാരിക്കും ഓണിൽ മനഃപൂർവ്വം അങ്ങ് കെട്ടിപ്പിടിച്ചതാണ്, വയറിലും അവിടെ ഇവിടെ ഒക്കെ തൊട്ടിട്ടുണ്ട്, അത് വൃത്തികേട് തന്നെയാണെന്നുള്ളത്. എന്നാൽ ഈ ഒരു സംഭവം അത്ര കാര്യമായിട്ട് ആരും എടുത്തിട്ടില്ല. കാരണം അവർ ആഹ്ലാദ പ്രകടനം നടക്കുന്നതിന്റെ ഇടയിൽ ഒരു നോർമലായിട്ട് വന്നു പോയ ഒരു കാര്യമായിട്ടാണ് ആളുകൾ കണ്ടത്. പക്ഷേ ഈ ഒരു കാര്യം ലക്ഷ്മിയോട് അറിയാണ്ട ഒന്ന് പറഞ്ഞൊന്ന് വിശദീകരിച്ച് കൊടുക്കാൻ ഒണിയൽ ശ്രമിച്ചു. ഈ ഒരു സമയത്ത് ലക്ഷ്മി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. നീ എന്ത് വൃത്തികേടാണ് ചെയ്തത്, ഒരു സ്ത്രീയെ ശരീരത്തിൽ കയറി പിടിക്കുന്നത് തെറ്റല്ലേ, നീ എന്ത് ഊളത്തരമാണ് കാണിച്ചത്, നീ മനഃപൂർവ്വം തന്നെയാണ് അത് പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മസ്താനി അവിടെ നിൽക്കുന്നുണ്ട്. മസ്താനിക്ക് ഈ ഒരു സംഭവം ഒരു വലിയ വിഷയമാവാനൊന്നും ആഗ്രഹമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒണിയൽ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു, പെട്ടെന്നൊരു പിടുത്തം വന്നു. ആ ഒരു സമയത്ത് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. പക്ഷേ എരുതിയിൽ എണ്ണഴിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി അതങ്ങ് ഉപയോഗിച്ചു. ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ കേട്ട സത്യം പറയട്ടെ, മുഖത്ത് നിന്ന് കൈയെടുക്കാൻ കഴിയില്ല എന്നൊക്കെ ചില ആളുകൾ കമന്റ് ഇടുന്നത് കണ്ടു. ഞാനതൊന്നും പറയുന്നില്ല. എന്നാൽ പോലും ഒരു വിഷയം എങ്ങനെ വഷളാക്കാം, ഒരാളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം എന്നുള്ളതാണ് ചെയ്തത്. നമുക്ക് ആ വിഷ്വല് കാണാൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള രൂപരേഖ. കണ്ടില്ലേ, കാല് എവിടെയോ തട്ടിയിട്ട് ആള് വീഴാൻ പോയി. വീഴാൻ പോയ സമയത്ത് ആരാണോ പെട്ടെന്ന് മുന്നിലുള്ളത് അല്ലെങ്കിൽ എന്താണോ മുന്നിലുള്ളത് അവിടെ നമ്മൾ പിടിക്കും, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ചെയ്യണമല്ല, അത് നമ്മളെ തലച്ചോറ് ഓട്ടോമാറ്റിക്കലി അവിടെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണിലേക്ക് പെട്ടെന്ന് ഒരു പാറ്റ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തലച്ചോറിലേക്ക് കൊടുക്കുന്നൊന്നുമില്ല മെസ്സേജ് അടക്കി എന്നുള്ളത്, അത് ഓട്ടോമാറ്റിക്കലി അടഞ്ഞു പോകുന്നതാണ്. വീഴാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ്. പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ പെട്ടെന്ന് കല്ല് വാരി എറിയുന്നതും ഇതേ പ്രവൃത്തി തന്നെയാണെന്നുള്ളതാണ്. ഇതൊന്നും നമ്മൾ നിയന്ത്രിക്കുന്നതല്ല. ഒരു അബദ്ധത്തിൽ പിടിച്ചു. ആ ഒരു കാര്യത്തെ ലക്ഷ്മി അങ്ങ് കയറ്റി വെച്ചു. ഇനി വേണമെങ്കിൽ ഞാൻ ഒരു ദൃശ്യം കൂടി കാണിച്ചു തരാം. കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആളാ സ്റ്റെപ്പ് പോലെ ഇറങ്ങാൻ നേരത്ത് ഒരു സ്റ്റെപ്പ് പോലത്തെ ഒരു സ്ഥലം പെട്ടെന്ന് വഴുതി വീഴാൻ പോകുന്നു. തൊട്ടടുത്തുള്ള മസ്താനിയെ പിടിക്കുന്നു. അത് അവിടെ നിന്ന് തന്നെ കഴിഞ്ഞു. മസ്താനിയും ആ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് വീഴാൻ പോയിട്ടുണ്ട് എന്നുള്ളത് ഈ വിഷ്വല് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നു എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് ലക്ഷ്മി ഇങ്ങനെ ഒരു ഊള വർത്താനം പറയുന്നത്? ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അനാവശ്യമായിട്ട്
ഇല്ലാ കഥകൾ ആളുകളിലേക്ക് എത്തിക്കുക. ഈ സംഭവം ലക്ഷ്മി കണ്ടിട്ട് പോലുമില്ല. ഒണിയിൽ വന്ന് പറയാണ് വീഴാൻ പോയപ്പോൾ ഇങ്ങനെ അറിയാണ്ട് പിടിച്ചതാണെന്നുള്ളത്. നോ, നീ അറിയാണ്ട് പിടിച്ചതല്ല, നീ മനഃപൂർവ്വം പിടിച്ചതാണെന്നുള്ളത്. മനഃപൂർവ്വം പിടിച്ച ഒരാൾ ഇവിടെ ആരാ? അത് ആര്യനാ. മനഃപൂർവ്വം മസ്താനിയെ തന്നെ കരുവാക്കിക്കൊണ്ട് ഒന്ന് തള്ളിയിടൂ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയിട്ട് ശരീരത്തിൽ സ്പർശിച്ചത് ആരാണ്? അത് ആര്യനാ. അത് മനഃപൂർവ്വമാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റില്ല. ഇവിടെ ലക്ഷ്മി പറഞ്ഞത് തെറ്റാണ്, ഊളത്തരാണ്. ഇവിടെ ഒണിയൽ വീഴാൻ പോയപ്പോൾ തന്നെ പിടിച്ചതാണോ? ഇങ്ങനെ ഊളത്തരങ്ങൾ പറയുന്ന ഇവരൊക്കെ എന്ത് പറയാനാ? ഇപ്പൊ ഇവരെന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നൂറയും അതിലെയും മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞു കണ്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടു. അതിൽ ലക്ഷ്മി പറഞ്ഞ കാര്യത്തിൽ ഒരു 70% യോജിക്കാൻ കഴിയുന്ന വാക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. എല്ലാവരും അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. പിന്നെ പറയേണ്ടത് പറയേണ്ട സമയത്താണ് പറയേണ്ടത്, അല്ലാതെ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. ലക്ഷ്മിയുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഒനിയൽ അങ്ങനെ മനഃപൂർവ്വം കയറി പിടിച്ചതല്ല. എന്നാൽ ആര്യന്റെ ഈ ഒരു സാധനം എന്തുകൊണ്ട് നിങ്ങൾ ആരും ചർച്ച ചെയ്തില്ല? ശരീരത്തിലേക്ക് വെള്ളം ഒഴിക്കുവാനും ആ ഒരു കാര്യത്തെ ബ്രേക്ക് ചെയ്യാൻ, അതായത് അവിടെ വലിയ ചർച്ച നടക്കുന്നത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം മസ്താനെ കരുവാക്കി തള്ളിക്കിട്ടപ്പോൾ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ചർച്ച ചെയ്യില്ല? കാരണം ആര്യൻ ആരാണ്? ആര്യൻ ബിഗ് ബോസിന്റെ സ്വന്തം അതാണ് അല്ലെ. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൂടെ കൂടേണ്ടവർക്ക് കൂടെ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ്.